ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അരിപ്പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അധികവും സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത്. ഞാൻ അധികവും അങ്ങനത്തെ റെസിപ്പീസ് തന്നെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് അതുപോലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റിനകത്ത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വറുത്തിട്ടുള്ളതോ അല്ല വറുക്കാത്തതോ ഏതും ആവാം. അതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്കതിലോട്ട് തേങ്ങ ചിരവിയതാണ് ചേർക്കാനുള്ളത്. അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് തന്നെ ചേർത്ത് കൊടുക്കുക. അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ, നമ്മൾ മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ ഏലക്കായ മസ്റ്റാണ്, അല്ലെങ്കിൽ വാനില എസൻസ് എങ്കിലും ചേർക്കുക. അപ്പോൾ നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സി ജാറിൽ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു ഇച്ചിരി വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ. ഓൾറെഡി അതിൽ നമ്മൾ മുട്ടയുടെ നനവ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇച്ചിരി ആയിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ലൂസായിട്ട് പോവരുത്. അരിപ്പൊടി ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ചേർത്തിട്ട് വേണം. അത് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ വേണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അളവ് ഏകദേശം കിട്ടും. ഒരുപാട് ലൂസായി പോവാണ്ട് എന്നാൽ നല്ല കട്ടിയില്ലാണ്ട് ഇതേപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ എടുത്ത് കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടിയും മുട്ടയും ആവുന്നതുകൊണ്ട് തന്നെ മുട്ട ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് അത് പൊങ്ങി വരും. അപ്പം നല്ല പോലെ നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ കൈ കൊണ്ടിട്ട് തന്നെയാണ് ഞാനിങ്ങനെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരു 5 മിനിറ്റിനകത്തൊക്കെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കൂടുതൽ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു 3 മിനിറ്റെങ്കിലും മിനിമം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് നമ്മൾ ഒഴിക്കുന്ന ആ ഒരു അളവിൻ്റെ അനുസരിച്ചിരിക്കും. നമ്മൾ വലുതാക്കിയിട്ടാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാൻ മറക്കരുത് കേട്ടോ. കണ്ടോ, അരിപ്പൊടി ആയിട്ട് തന്നെ നല്ല ബോൾ പോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.